എന്തൊക്കെ നടന്നാലും നടക്കട്ടെടാ ഇരുട്ടിലും നീ. അമ്മാവാ മരുമോനെ, വാസു നാട്ടിലേക്ക് വന്നിട്ടും എന്താ നമ്മളോടൊന്നും സംസാരിക്കാത്തെ? നമ്മളെ കൊണ്ടത് തടയാൻ പറ്റില്ല മാവാ. നാണക്കേടായി പോയാ മാവാ. മരുമോനെ, എന്റെ അവസ്ഥ അങ്ങനെ തന്നെയാ. അവൻ പ്രേതമായിട്ട് കുടുംബം നടത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അത് ഓർക്കുമ്പോഴേ പ്രാന്ത് പിടിക്കുക എനിക്ക്. അവളെ നാട്ടുകാരെ പേടിപ്പിച്ച് കൊല്ലുക. വാസ തിരിച്ചു വന്നുണ്ടോ അവളിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്? അതേടാ, അവളൊരു സാധാരണക്കാരിയല്ല. അവളെങ്ങ് കൊന്നേക്കട്ടെ. എന്ത്? നീ 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 അവളെ കൊല്ലാൻ പോവാന്നോ? അവളെ കണ്ട പേടിച്ചൊരിച്ച് മൂത്രം വയ്ക്കുന്നില്ലടാ നീ. മരുമോനെ, നീ ഒന്ന് പേടിക്കാതിരി. വരുന്ന അമാവാസിയുടെ അന്ന് അവളെ കൈയോടെ പിടിച്ചു കെട്ടാൻ കാശിന്ന് സ്വാമിജി വരാൻ പോവാ. അവളെ എന്നേക്ക് തളയ്ക്കാൻ പോവാ. നിന്നെയൊക്കെ കൊന്നുകളയവിടാ ഞാൻ. അമ്മേ, എടാ നമ്മുടെ ഇന്ദു. എന്താടാ, എന്തു പറ്റി? വാസു, ഞാൻ എന്താ കണ്ടെന്നറിയോ? നമ്മുടെ ഇന്ദുന്റെ എന്താടാ? നമ്മുടെ ഇന്ദു എന്താ ചേട്ടാ, എന്തു പറ്റി? ഇപ്പൊ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നതാണോ? എന്താടാ നിനക്ക്? എന്തു പറ്റി? ഒന്നുമില്ലടാ. സാരില്ല, പറഞ്ഞു. ഒന്നുമില്ല. നിന്നോടാ എന്താ പറ്റിയേ? വാസു വാസു, നമ്മുടെ ഇന്ദു ഉണ്ടല്ലോ. എടാ വാ, അടക്കടാ. ഇന്ദു ഇവിടെ തന്നെയാണോ ഉള്ളത്? ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ ഒന്ന് പറയാൻ. എടാ, ഞാൻ എന്താ പറഞ്ഞ, നീ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ, ഇനി വീണ്ടും പറയണോ? എടോ, ഒന്നുമില്ലടാ. അവനെന്താ പറഞ്ഞ അത് തന്നെ, വേറൊന്നുമില്ല. നിങ്ങൾ എന്താ പറഞ്ഞു പറഞ്ഞേ? നീ എന്താ പറഞ്ഞ? ഇവനെന്താ പറയണേ? അത് ഒന്നുമില്ല വാസു. ഈ പ്രേതത്തിനൊക്കെ ദേഷ്യം വരുവോടാ? ഇനി ദേഷ്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ തിന്നുവോടാ? മിണ്ടായിരിക്കടാ. അതെ വാസു, ഇന്ദു കഴിച്ചോ? ഞാനിവിടെ പ്രേതത്തിനെ പറ്റി പറയുമ്പോ നീ ഇവിടെ ഇന്ദുവിനെ പറ്റി പറയുന്നോ? പറയട്ടെ, വിടേട്ടാ. ഇന്ദു ഉണ്ടല്ലോ, നല്ല പെൺകുട്ടിയാ. ഇന്ദു വാസുവിന്റെ ഭാര്യ. ഇന്ദു ഒരു മനുഷ്യ സ്ത്രീ അല്ലല്ലേ. ഇന്ദു ഒരു ദേവതയാടാ. ഇന്ദു ഒരു പ്രേതമല്ലടാ. ഇന്ദു ഒരു മനുഷ്യ പ്രേതമാ. അതാ വാസു, അത് പറയാനാ ഞങ്ങൾ രണ്ടുപേരും ഓടി വന്നേ. എന്താടാ പറ്റിയേ? ഏത് ഭാഗത്തുനിന്നൊക്കെ വരുന്ന അറിയില്ലല്ലോ. എന്താടാ പ്രേതൊന്നും വിശ്വാസത്തൊക്കെ? പാതിരാത്രി ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞാൽ കേക്കില്ല. വെളിവില്ലാത്തവരൊന്നും പറഞ്ഞിട്ട് പോയി കിടക്കാൻ നോക്ക്. കൊന്നുകളെവിടെ ഞാൻ. എടാ, ഞാൻ വാസുവിനോട് ഇന്ദു പ്രേതം പറയുന്നതിന് മുമ്പ് നീ എന്തിനാ എന്റെ തലക്കടിച്ചേ? ഇന്ദു പ്രേതമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിനക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. ഇതെങ്ങനെ നമ്മൾ വാസുവിനോട് പറഞ്ഞാലുണ്ടല്ലോ, ആ പ്രേതം നമ്മളെയും കൊന്ന് സൂപ്പാക്കൂടാ. അതുകൊണ്ടാണ് നിന്നെ തല്ലിയത്. അതേടാ, ആ ഇന്ദുവിന്റെ പ്രേതം സാധാരണ പ്രേതം അല്ലടാ. നിനക്കെന്താ പറ്റിയേ? ഞാൻ നേരം പോലും പറയാൻ വിചാരിച്ചത് നമ്മുടെ വാസുവാണ് ആ പ്രേതം. ഇവൻ പറയുന്നത് സത്യമാണോ? ശരിക്കും വാസു പ്രേതമല്ലടാ. ആരാ പ്രേതം എന്നറിയാം. നമ്മൾ എന്തിനാ വഴക്കൂടുന്നത്? അവിടെ പോയി നോക്കി ആരാ മനുഷ്യൻ, ആരാ പ്രേതം നമുക്ക് മനസ്സിലാവൂലേ? എങ്ങനെ? സൂപ്പർ സീനാണല്ലോടെ. മനുഷ്യരെക്കാളും നന്നായിട്ട് എൻജോയ് എൻജോയ് ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ടിരിക്കുന്നത് ഒളിഞ്ഞു നോക്കോടാ. നിനക്കൊന്നും ഒരു ബോധമില്ല. നിന്നെ ഒന്നും വെച്ചേക്കില്ല ഞാൻ. മനുഷ്യരായിട്ട് പേടിപ്പിക്കുന്നുണ്ടില്ലേ? എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. നീ എവിടേക്കാ പോകാൻ പോണേ? വാസുവിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇട്ടിട്ട് പോകാൻ പോണ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
വാസുവിന്റെ പ്രേതം പ്രേതം എന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് വരുമ്പോ ഒരു കുഴപ്പമില്ലാന്നല്ലോ, പിന്നെ എങ്ങനെ പ്രേതമായി? നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പോവും. എടാ, എടാ അവൻ ജീവൻ പണയം വെച്ച് നമ്മളെയൊക്കെ രക്ഷിക്കുകയാടാ. ഇപ്പം നമ്മൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഔദാര്യ. നീയൊക്കെ ഒരു മനുഷ്യനാണോ? അവൾ അവനെ എന്തോ ചെയ്തിരിക്കുക. ഒന്നും മനസ്സിലാക്കണ്ട. അതിൽ നിന്ന് അവനെ എങ്ങനെ രക്ഷിക്കണമെന്ന് നമുക്ക് ആലോചിക്കണം അളിയാ. ഛേ, അതേടാ, ഞാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നീ പറഞ്ഞത് ശരിയാ. ഈ അവസ്ഥയിൽ അവനെ വിടുന്നത് തീരെ ശരിയല്ല. എന്തായാലും ശരി, നമുക്കെല്ലാവർക്കും കൂടെ അവൻ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അത് തന്നെ. ഇതാണ് ആ, നിങ്ങൾ വന്നപ്പോ തന്നെ എനിക്ക് സംശയം തോന്നി. എന്റെ ഭർത്താവിനെ നിങ്ങൾ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു പോകുന്നേ? എന്തു വന്നാലും ശരി, ഞങ്ങൾ ഞങ്ങളുടെ വാസുവിനെ കൊണ്ടുപോയിരിക്കും. ബ്ലൂ കണ്ണും റെഡ് കണ്ണൊന്നും കാണിക്കണ്ട. ഞങ്ങൾ അതുകൊണ്ട് പേടിക്കില്ല, മനസ്സിലാക്കിയ? അങ്ങനെയാണോ? അതെ അതെ. എടാ, എന്നെ എന്റെ ഭർത്താവിനെ പിരിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. എങ്ങനെ വന്നോ അങ്ങനെ തിരിച്ചു പോയിക്കോണം. എന്തെങ്കിലും അവിവേകം കാണിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, പിന്നൊന്നിനെ ഞാൻ വെച്ചേക്കില്ല. നിങ്ങളെ കൊണ്ടെന്നല്ല, ആ ബ്രഹ്മാവ് വിചാരിച്ച പോലെ ഞങ്ങളെ പിരിക്കാൻ സാധിക്കില്ല. പിന്നെ നീയൊക്കെ എന്തടാ? വാസുവിനെ ഇവിടുന്ന് രക്ഷിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പോ. ചെയ്തോ. ഇത് ഞങ്ങളുടെ ചാലഞ്ച്. എന്താടാ നിന്റെയൊക്കെ ചാലഞ്ച്? നീയൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നു ഞാനൊന്ന് കാണട്ടെ. അമ്മാവാ, എന്താടാ പെട്ടെന്ന് ഇങ്ങോട്ട്? കല്യാണത്തിനോ വന്നില്ല. അതാ മോളെയും ഭർത്താവിനെയും കൊണ്ടുവന്നേ. ഇവരെ അനുഗ്രഹിക്കാം അമ്മാവാ. വേണ്ട, ഞാൻ അതിന് അർഹനല്ല. അവൻ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്ന അമ്മാവാ? അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടാ ഈ നാട്ടുകാരിങ്ങനെ അനുഭവിക്കുന്നത്. ചിലരെ അത് കൊന്നുകളഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് എൻ്റെ വാക്കിന് ഈ നാട്ടിലൊരു വിലയില്ലാതായി. ആരും ഈ വീട്ടിലേക്ക് വരണ്ട. ഒരു കാര്യം പറയാൻ വേണ്ട, ഇങ്ങനെ വിഷമിച്ചിരിക്കുക. നീ സമാധാനിക്ക്. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു. അതിനുള്ളത് അവൻ അനുഭവിക്കുക. കൂടെ നാട്ടുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. ആ, എല്ലാത്തിനും കാരണം നിങ്ങളാ. എന്റെ തലവിധി. ഛേ, വാടി അകത്തേക്ക്. ശരി, നിങ്ങൾ പോവാൻ നോക്ക്. ശരി അമ്മാവാ, പോവാ മോളെ, പോവാ മോനെ. ഇന്ന് രാത്രി നമുക്ക് വാസുവിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം അളിയാ. ഇങ്ങോട്ട് വാടാ. അവളങ്ങനെ നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കും. എടാ, അവളെങ്ങാനും അറിഞ്ഞ നമ്മുടെ നെഞ്ചും കൂടി ചവിട്ടി പൊളിക്കൂടാ. എടാ ഇതാ അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. നീ വന്നേ. എന്താടാ? നീ മേലെ പോയിട്ടേ. ഞാനോ? നീ തന്നെ. നീ മേലെ പോയിട്ട് അവളെ എവിടെയുള്ള നോക്കിയിട്ട് പറ. സിഗ്നൽ കിട്ടിയാ ഞങ്ങൾ അവനെ അടിച്ച് പാക്ക് ചെയ്യും. ശരിയാ. നീ ഈ ഭാഗത്തേക്ക് നോക്കുന്ന പോലെ നിക്ക്. ഇവൻ സിഗ്നൽ തന്നാൽ അപ്പത്തേന് എനിക്കും തരണം. ചെല്ല്. കുടിക്കാനാണോടാ ഇങ്ങോട്ട് വന്നേ? ഇതാ അവൻ അവിടെ ഉണ്ട്. നടക്ക്. കുറച്ച് ധൈര്യത്തിലാടാ. കുടിക്കാനൊരു കാരണം. നിക്കടാ, ഞാൻ പോവല്ലേ. അവൻ ഉഴപ്പം താണ്ടാ. നോക്കിട്ട് വരാൻ അന്തനെയാണോ വിട്ടേക്കുന്നത്? മിണ്ടായിരിക്കടാ. ആ, എടാ, ഞാനേ ഇതുകൊണ്ട് അവനിട്ട് ഒരെണ്ണം കൊടുക്കാം. നീ അവന്റെ വായി പൊത്തണം. ഓക്കെ അല്ലേ? ശരിടാ. എന്നാ വാ. വാസു,
എന്തു പറ്റി എന്തോ? വാസു 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 എന്തു പറ്റി എന്തോ? എന്തിനാ നീ നിലവിളിച്ച? വാസു ആരോ വന്നതുപോലെ എനിക്ക് തോന്നി. നിന്നെ കൊണ്ടുപോകാൻ ആരോ വന്നതുപോലെ എനിക്ക് തോന്നി വാസു. ആരും ഇല്ല എന്തോ? വന്നിരുന്നു വാസു, ഞാൻ ആ ശബ്ദം കേട്ടതാ. നിന്റെ ഫ്രണ്ട്സ് വന്നതുപോലെ ഉണ്ടായിരുന്നു. കണ്ടുപിടിച്ച് കാണുമോ അവള്? പേടിയാവുന്നൊന്നും ഉണ്ടായിരിക്കടാ. അവരെന്തിനാ ഈ സമയത്ത് വരേണ്ട ആവശ്യം? അവരൊക്കെ എന്നിൽ നിന്നും നിന്നെ പിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക വാസു. നിന്നിൽ നിന്ന് എന്നെ അകറ്റാൻ ആർക്കും ആവില്ല എന്തോ. നീ ആവശ്യമില്ല അതൊന്നും ചിന്തിക്കണ്ട. നീ വാ പോവാ. വാ എന്തോ. രക്ഷപ്പെട്ടല്ലോ.